എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനോജ് കുമാർ, പൂജാ പഠനം വിദ്യാർത്ഥിയാണ്. അഖില കേരള തന്ത്രി സമാജം ഉത്തരമേഖലയും താന്ത്രിക വൈദിക പഠന ഗവേഷണ കേന്ദ്രവും സംയുക്തമായി ഈ വൈശാഖ മാസത്തിൽ ദേവി ഭാഗവതത്തെക്കുറിച്ച് അതിൻ്റെ ഓരോ സ്കന്ധങ്ങളായി അതിലെ അധ്യായങ്ങൾ അർത്ഥം പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തരാവുന്ന ഈ ഭക്തി നിറഞ്ഞ സന്ധ്യയിൽ ഇന്ന് നമ്മുടെ അതിഥിയായിത്തീരിക്കുന്നത് ബ്രഹ്മശ്രീ കൈതപ്പുറം വാസുദേവൻ നമ്പൂതിരി അവറുകളാണ്. ഇന്നത്തെ ഈ പ്രഭാഷണം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു പ്രാർത്ഥനയോടുകൂടി തുടങ്ങുന്നു. ചൊല്ലുന്നത് ഉമാ പുല്ലൂർ, അനന്യ പുല്ലൂർ, ഞങ്ങളുടെ സതീർത്ഥ്യനായ ശ്രീ പുല്ലൂരിന്റെ കുട്ടികളാണ്. അവരെ സാദരം ക്ഷണിക്കുന്നു. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. മധുസൂദന ദേവേശ വൈശാഖേ മേഷകീരവൗ പ്രാതഃ സ്നാനം കരിഷ്യാമി നിർവിഘ്നം കുരു മാധവ. വളരെ സന്തോഷം. നമുക്ക് നമ്മുടെ പ്രഭാഷണത്തിലേക്ക് കടക്കാം. ഇന്നലെ പ്രഹ്ലാദനും നരനാരായണന്മാരായിട്ടുള്ള യുദ്ധം, അതിൽ പ്രഹ്ലാദൻ തോറ്റു. എന്താ കാരണം എന്ന് വിഷ്ണുവോട് ചോദിച്ചു. വിഷ്ണു പറഞ്ഞു, അവര് എൻ്റെ അംശാവതാരങ്ങളാണ്. അത്ര വരെ പറഞ്ഞു നിർത്തിയത്. ഞാൻ ശ്ലോകം ചെല്ലാൻ മെനക്കെടുന്നില്ല, നമുക്ക് അതിന് സമയമില്ല. അപ്പോൾ കഥ അങ്ങനെ പറഞ്ഞു പോകാം. ഇവിടെ ഈ നരനാരായണന്മാര് എന്തുകൊണ്ടാണ് യുദ്ധത്തിന് പുറപ്പെട്ടത്? അവർ സാത്വികന്മാരല്ലേ? യുദ്ധത്തിന് എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? കനകം മൂലം കാമിനി മൂലം എന്നൊക്കെ പറയും. ഇത് അതൊന്നല്ല, വെറും ഒരു അഹങ്കാരം എന്ന് പറഞ്ഞാൽ തെറ്റായിട്ടുള്ള അർത്ഥം എടുക്കണ്ട, ഒരഭിമാനം എന്നൊക്കെ. അത് കാരണമാണ്. അപ്പം 3 തരത്തിലുള്ള അഹങ്കാരമുണ്ട്: സാത്വികം, രാജസം, താമസം. സാത്വികവും രാജസവും ആയിട്ടുള്ള അഹങ്കാരത്തിൽ നിന്നാണ് തപസ് മുതലായിട്ടുള്ളതെല്ലാം വരുന്നത്. താമസമായിട്ടുള്ളതിൽ നിന്ന് കലഹം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ ജനനമരണ ചക്രം, ജന്മം തന്നെ ഉണ്ടാകുന്നത് ഈ അഹങ്കാരം കാരണമാണ്. വിഷ്ണു എത്രയോ അവതാരങ്ങൾ എടുത്തതിന്റെ കാരണം വിഷ്ണുവിന്റെ അഹങ്കാരമാണ്. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഒരു കഥ. ഭൃഗു ശാപത്താൽ ഒരു അവതാരമുണ്ടായി എന്ന് പറഞ്ഞപ്പോൾ എന്താണ് ഭൃഗുശാപത്തിന്റെ കാരണം? ഭൃഗു എങ്ങനെ ശപിച്ചു? അതൊരു കഥയായിട്ട് വരികയാണ്. ഹിരണ്യകശിപു മരിച്ചപ്പോഴേ പ്രഹ്ലാദൻ രാജാവായി. അപ്പൊ പ്രഹ്ലാദന് രാജാവായപ്പോ ഇന്ദ്രൻ അസൂയായി പ്രഹ്ലാദന്റെ ആ രാജഭരണം കണ്ടിട്ട്. ഇന്ദ്രനുമായിട്ട് യുദ്ധം ഉണ്ടായി. അപ്പം 100 വർഷം യുദ്ധം നടന്ന് അതില് പ്രഹ്ലാദൻ, അതായത് അസുരന്മാര് തോറ്റു. അപ്പോ പ്രഹ്ലാദൻ എന്ത് ചെയ്തു വെച്ചാൽ, തോറ്റത് കൊണ്ട് തൽക്കാലം അനന്തരവനായിട്ടുള്ള ബലിയെ രാജാവാക്കിയിട്ട് ഇദ്ദേഹം തപസ്സിന് പോയി. അങ്ങനെ ബലിയായിട്ട് യുദ്ധമായി. ബലിയും തോറ്റു. അപ്പോ ഇവരെല്ലാവരും കൂടി അവരുടെ ഗുരുവായിട്ടുള്ള ശുക്രന്റെ അടുത്ത് ചെന്നു. അപ്പൊ ശുക്രൻ പറഞ്ഞു, നിങ്ങൾ തൽക്കാലം പേടിക്കണ്ട, പക്ഷെ എനിക്കും ദേവന്മാരെ തോൽപ്പിക്കാൻ തക്കവണ്ണമുള്ള മന്ത്രശക്തി എനിക്കും ഇല്ല. അതുകൊണ്ട് ഞാൻ മന്ത്രശക്തി സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തപസ്സിന് പോവുകയാണ്. അത്ര വരെ ഞാൻ നിങ്ങളെ രക്ഷിക്കും എന്ന് പറഞ്ഞപ്പോൾ ഈ മന്ത്രശക്തി കിട്ടുന്നതിന് മുമ്പേ ഇവരെ തോൽപ്പിക്കണം എന്ന് വെച്ചിട്ട് ദേവന്മാർ യുദ്ധത്തിന് വന്നു എന്നാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ശുക്രന്റെ സമീപത്തേക്ക് ഓടി. ശുക്രൻ നേരെ പുറത്തേക്ക് വന്ന് ഇന്ദ്രനോട് യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ ഇന്ദ്രൻ ഭയപ്പെട്ടു. ശുക്രനോട് നിൽക്കാനുള്ള ധൈര്യം ഇന്ദ്രനുമില്ല. അപ്പൊ ഇന്ദ്രൻ തൽക്കാലം പിൻവാങ്ങി. ഇതാണ് ഒരധ്യായം.
അപ്പൊ ഈ ശുക്രൻ തപസ്സിന് പോയി. തപസ്സിന് പോയിട്ട് ധാരാളം എത്രയോ കാലം തപസ് ചെയ്തു. ദൈത്യന്മാരോട് പറഞ്ഞു, ഇവരോട് പറഞ്ഞു, നിങ്ങൾ കാത്തിരുന്നാൽ മതി, ഞാൻ തപസ് നേടിയിട്ട് ഇവിടെ വരും. അത്ര വരെ നിങ്ങൾ ദേവന്മാരോട് വിനയം നടിച്ച് നിങ്ങൾ സൂത്രത്തിൽ നിൽക്കുക, ഞാൻ വരുന്നവരെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ശിവനെ തപസ് ചെയ്യാൻ പോയി. അപ്പൊ ശിവനും ഇദ്ദേഹത്തിന്റെ തപസ്സിന്റെ ഒരു കാരണം മനസ്സിലായി, ഈ ദേവന്മാരെ തോൽപ്പിക്കാനാണ്. അതുകൊണ്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ശിവൻ കഠിനമായിട്ടുള്ള വ്രതങ്ങൾ കൊടുത്തു. അതായത് തല കിഴക്കാൻ പാടായിട്ട് തപസ് ചെയ്യണം, പുകയത്തിരുന്നിട്ട് തപസ് ചെയ്യണം മുതലായിട്ടുള്ള പല വ്രതങ്ങളും കൊടുത്തു. അദ്ദേഹം അതെല്ലാം റെഡി എന്ന് പറഞ്ഞ് സമ്മതിച്ചു. അപ്പൊ ദേവന്മാര് ഇതറിഞ്ഞു. ഇദ്ദേഹം തിരിച്ചു വന്നാല് ബുദ്ധിമുട്ടാണ്. അതിനു മുമ്പ് തന്നെ ദേവൻ ഇവരെ തോൽപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് യുദ്ധത്തിന് പോയി. യുദ്ധത്തിന് പോയപ്പോൾ ഇവരെന്ത് ചെയ്യും? ഇവർക്ക് ജയിക്കാനൊന്നാവില്ല. അവർ ഓടിപ്പോയിട്ട് ഈ ശുക്രന്റെ അമ്മയുടെ അടുത്ത് ശരണം പ്രാപിച്ചു. ഇവരവിടത്തേക്ക് പോയി. അപ്പോ ശുക്രന്റെ അമ്മ ഇവരെ തപോബലത്താല് ഈ ദേവന്മാരെയെല്ലാം ഒരു പ്രത്യേക മന്ത്രം ജപിച്ചിട്ട് ഉറക്കിക്കളഞ്ഞു. ദേവന്മാരെല്ലാം പെട്ടെന്ന് ഉറക്കമായി. ഈ ഉറക്കം വരുമ്പോ ഇന്ദ്രൻ വിഷ്ണുവിനെ ധ്യാനിച്ചു. വിഷ്ണു ഇന്ദ്രനെ രക്ഷിച്ചു, അവന്റെ ഉറക്കം ഇല്ലാണ്ടാക്കി. ഇങ്ങനെ വന്നപ്പോഴേ ഈ ശുക്രമാതാവ് ഇവരെ രണ്ടാളെയും, അവര് പിന്നെ അസുരന്മാരുടെ അമ്മയാണല്ലോ, അപ്പോ ഇവരെ രണ്ടാളെയും തിന്നാൻ വേണ്ടി വായ പൊളന്ന് അങ്ങോട്ട് പോയിന്നാണ്. ആ സമയത്ത് വിഷ്ണു തന്റെ ചക്രായുധം എടുത്തിട്ട് ആ സ്ത്രീയെ കൊന്നു. സ്ത്രീയെ കൊല്ലുക എന്നുള്ളത് വലിയ പാപമാണ് എന്ന് നമുക്കറിയാം. അപ്പം തീർച്ചയായിട്ടും ഈ ശുക്രന്റെ അമ്മ എന്ന് പറയുന്നത് ശുക്രന്റെ അച്ഛൻ ഭൃഗു മഹർഷിയാണ്. ഈ ഭൃഗു മഹർഷി അവിടെയുണ്ട്. ഭൃഗു പുറത്തേക്ക് വരുന്ന നോക്കുമ്പോഴേക്ക് ഇവരെല്ലാം രക്ഷപ്പെട്ടു. പക്ഷെ ഭൃഗു ശപിക്കും എന്ന് ഇവർക്കറിയാം. കാരണം ഈ അദ്ദേഹത്തിന്റെ ഭാര്യയെയാണ് കൊന്നത്, എൻ്റെ ഗാർഹസ്ഥ്യം കളഞ്ഞുവല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം ഈ പിന്നെ ഭൃഗു എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതിന്റെ ശിരസ്സും ശരീരവും കൂടിയിട്ട് യോജിപ്പിച്ചു വെച്ചു. എന്നിട്ട് അതിനെ ജീവിപ്പിച്ചു അദ്ദേഹത്തിന്റെ തപശക്തി കൊണ്ട്. അങ്ങനെ ഈ ഭൃഗുവിന്റെ പത്നി പഴയതുപോലെ എഴുന്നേറ്റ് വന്നു, ജീവിപ്പിച്ചു എന്നർത്ഥം. ഭൃഗു ഈ വിഷ്ണുവിനെ ശപിക്കുകയും ചെയ്തു. നീ ഇതിന് പരിഹാരമായിട്ട് എത്രയോ കാലം അവതരിക്കട്ടെ, ഈ ലോകത്തില് പിന്നെയും പിന്നെയും ജനിക്കാൻ ഇടവരട്ടെ, പല സ്ത്രീഗർഭത്തിലും പോയി കിടക്കാൻ ഇടവരട്ടെ എന്നൊക്കെ ഭൃഗു ശപിച്ചു. അപ്പം ഈ ഭൃഗുവിന്റെ ശാപമാണ് പിന്നീട് ഈ ഭഗവാന്റെ അവതാരമായിട്ട് വന്നത് എന്നാണ് കഥ. അപ്പം മാത്രമല്ല, ഇന്ദ്രനും പേടി പോയിട്ടില്ല. കാരണം ശുക്രൻ ഭയങ്കര തപസ്സിലാണ്. ശുക്രന്റെ തപസ് മുടക്കാൻ വേണ്ടിയിട്ട് തൻ്റെ മകളായിട്ടുള്ള ജയന്തി എന്ന് പറയുന്ന കുട്ടിയെ അയച്ചു. ജയന്തി പോയിട്ട് ഈ ശുക്രൻ തപസ് ചെയ്യുന്ന കാട്ടിൽ പോയി. ഉച്ച സമയമാണ്. ഇവര് പോയി ഈ ഇല പറിച്ച് വീശി കൊടുത്തു. അങ്ങനെ ഇദ്ദേഹത്തിന് കുറേ കാലം പരിചരിച്ചു, എത്രയോ വർഷം പരിചരിച്ച് ഒരു ദോഷവും ചെയ്തിട്ടില്ല. ശുക്രനെ വേണ്ടത്ര സന്തോഷിപ്പിച്ചു. എന്നിട്ടാകുമ്പോ ഇത്രയും സന്തോഷിപ്പിച്ചത് കൊണ്ട് ഇയാൾക്ക് സന്തോഷമായിട്ട് പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും വരം വേണമെങ്കിൽ ചോദിച്ചോണ്ട്, എനിക്ക് വലിയ സന്തോഷമായി. നീ വന്ന കാര്യമല്ല എനിക്ക് മനസ്സിലായി, എൻ്റെ തപസ് മുടക്കാനാണ്.
പക്ഷെ നീ അതൊന്നും ചെയ്യാതെ എന്നെ തപസ്സിന് സഹായിച്ചു, നിനക്ക് എന്താ ഇത് വേണ്ടത്? അപ്പൊ അവള് പറഞ്ഞു, അങ്ങയെ മുടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷെ എനിക്ക് അങ്ങ് ഭർത്താവായിട്ടിരിക്കണം എന്ന് ഒരു അപേക്ഷ വെച്ചു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അടുത്ത 10 കൊല്ലം ഈ തപസ് കഴിഞ്ഞ് എല്ലാ സിദ്ധിയും കിട്ടിയതിന് ശേഷം 10 കൊല്ലം അദ്ദേഹം ആരും കാണാതെ, ജയന്തിയെയും കാണില്ല, ഇദ്ദേഹത്തെയും കാണില്ല, അവര് രണ്ടാളും കൂടി 10 കൊല്ലം ദാമ്പത്യം അനുഭവിച്ചു, ഒന്നിച്ചു ജീവിച്ചു. ഇവിടെ എന്തായി? ശുക്രൻ മടങ്ങി വന്നുവെങ്കിലും ആരും കാണാതെയാണല്ലോ ഉള്ളത്. ആ സമയത്ത് ദേവന്മാരുടെ പുരോഹിതനുണ്ട്. അസുരന്മാർക്ക് ശുക്രന്റെ പോലെ ദേവന്മാർക്ക് ബൃഹസ്പതി ആണ്. ബൃഹസ്പതിക്ക് വ്യാഴം എന്ന് പേരുണ്ട്, ഗുരു എന്ന് പേരുണ്ട്. ഈ ബൃഹസ്പതി ഒരു ചതി കാണിച്ചു. ബൃഹസ്പതി പോയിട്ട് ഏതായാലും ശുക്രൻ പുറത്ത് വേഷം കാണുന്നില്ലല്ലോ, ശുക്രന്റെ വേഷം എടുത്ത് ആ വേഷം കെട്ടിയിട്ട് ബൃഹസ്പതി എവിടെ പോയി? ഈ ദൈത്യന്മാരെ മുഴുവൻ പറ്റിച്ചു. ഞാൻ ശുക്രനാണ്, എനിക്ക് എല്ലാം വേണ്ടത്ര തപോബലം കിട്ടി, എൻ്റെ തപസ്സെല്ലാം ഫലപ്രദമായി എന്നൊക്കെ പറഞ്ഞിട്ട് ശുക്രന് പകരം അതേ വേഷത്തില് അവരെ നയിക്കാൻ തുടങ്ങി. നയിക്കൽ തുടങ്ങി എങ്ങനെയാണ്? സാധാരണ ദൈത്യന്മാർക്ക് യുദ്ധവും ഹിംസയുമാണ് വേണ്ടത്. പക്ഷെ ഇദ്ദേഹം സാവധാനത്തില് അഹിംസ ഒക്കെ ഉപദേശിക്കാൻ തുടങ്ങി ഇവരെ. അങ്ങനെ അവരുടെ മനസ്സ് യുദ്ധത്തിന്റെ ആ കൊതിയിൽ നിന്ന് മാറ്റി മാറ്റി കൊണ്ടുവരാൻ ശ്രമിച്ചു. ശരിക്കു പറഞ്ഞാൽ അത് ഒരു വേഷം മാറിയിട്ടുള്ള വഞ്ചനയായിരുന്നു. കുറച്ച് കഴിഞ്ഞു, 10 കൊല്ലം കഴിഞ്ഞപ്പോ ശുക്രന് 10 കൊല്ലമാണ് ദാമ്പത്യം പറഞ്ഞിട്ടുള്ളത് ജയന്തിയായിട്ട്. ആ കാലം കഴിഞ്ഞു. ഇനി ഒരു കാര്യം ചെയ്യാം, എനിക്ക് ഇനി തിരിച്ചു പോകണം, എന്നെ അവർ കാത്തു നിൽക്കുന്നുണ്ട്. അങ്ങനെ ശുക്രൻ തിരിച്ചു വരുന്നു. ജയന്തി സന്തുഷ്ടയായിട്ട് മടങ്ങി പോവുകയും ചെയ്തു. ശുക്രൻ വന്ന് നോക്കുമ്പോഴേക്ക് വേറൊരു ശുക്രനാണ് നിൽക്കുന്നുണ്ട്. അതായത് ഇതേ വേഷത്തില് ബൃഹസ്പതി അവിടെ നിൽക്കുകയാണ്. ശുക്രന് മനസ്സിലായി ഇത് ബൃഹസ്പതിയാണ്, എൻ്റെ വേഷം കെട്ടി നിൽക്കുകയാണ്. പക്ഷേ രാക്ഷസന്മാർക്ക് അല്ലെ ദൈത്യന്മാർക്ക് ഇവരെ തിരിച്ചറിയാൻ പറ്റിയില്ല. അവര് ബൃഹസ്പതിയെ തന്നെയാണ് യഥാർത്ഥ ശുക്രൻ എന്ന് വിചാരിച്ച് ഈ ശുക്രനെ പറഞ്ഞാൽ കേൾക്കാണ്ടായി. അപ്പം ദേഷ്യം, ശുക്രന് നല്ലവണ്ണം ദേഷ്യം വന്നു. ഇത് എന്നെ ഇവര് കൂട്ടാക്കുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ അങ്ങനെ എന്നെ വിശ്വസിക്കാത്തവർ എന്നുള്ള നിലയിൽ ശുക്രൻ ഈ അസുരന്മാരെ വല്ലാണ്ട് ഭർസിച്ചു. നിങ്ങളെ ഞാൻ ശപിക്കും എന്ന് വരെ പറഞ്ഞു. അവസാനം സംഗതി ബൃഹസ്പതിക്ക് അധികം ദിവസം അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ബൃഹസ്പതി സൂത്രത്തിൽ മടങ്ങി. ദൈത്യന്മാര് യഥാർത്ഥ ശുക്രന്റെ അടുത്ത് പോയി, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങള് നിങ്ങളുടെ വേഷം അതേപോലത്തെ വേഷം കണ്ടിട്ട് അങ്ങനെ പറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞു. എന്നാ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ശുക്രൻ അവരുടെ ഒരു നേതൃത്വം ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ശുക്രൻ വന്നതോടു കൂടിയിട്ട് ഈ ദാനവാൻ ഇവർക്കെല്ലാം അസുരന്മാർക്കെല്ലാം നല്ല ഉഷാറ് വന്നു. അവർ പറഞ്ഞു, നമുക്ക് യുദ്ധത്തിന് പോകണം, ഇവരങ്ങനെ വിടാൻ പറ്റില്ല. അങ്ങനെ യുദ്ധത്തിന് പോയി. അറിയാലോ, ശുക്രന്റെ ശക്തി കൊണ്ട് പ്രഹ്ലാദന്റെ നേതൃത്വത്തിലുള്ള അസുര സൈന്യം വിജയിച്ചു. ഈ ദേവാസുരത്തെ ഇടക്കിടക്ക് കേട്ടോ, അതിൽ ചിലപ്പോൾ ദേവന്മാരെ ജയിക്കും, ചിലപ്പോൾ അസുരന്മാരെ ജയിക്കും. പക്ഷെ എപ്പോഴും ജയിക്കുന്നത് തപശക്തിയുള്ളവരായിരിക്കും. ശുക്രന്റെ തപശക്തി കൊണ്ട് അസുരന്മാർ ജയിച്ചു. ദേവന്മാർക്ക് നിൽക്കക്കള്ളിയില്ലാണ്ടായി. ദേവന്മാർ വിഷ്ണുവിന്റെ അടുത്ത് പോയി, എന്താ വേണ്ടത് ചോദിച്ചു.
വിഷ്ണു പറഞ്ഞു എൻ്റെ അടുത്ത് രക്ഷയില്ല, ഞാനും ശാപം കൊണ്ടിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ പോയിട്ട് ദേവിയെ ഭജിക്കുക. ഇവിടെയാണ് ദേവി ഭാഗവതം എന്നുള്ളതിന്റെ പ്രാധാന്യം വരുന്നത്. ദേവിയെ ഭജിക്കലാണ് വേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ദേവി ഭജനം ചെയ്യുക. ദേവി ഭജനം ചെയ്തപ്പോൾ ദേവന്മാർ സ്വാഭാവികമായിട്ട് സാത്വികന്മാരാണ് ദേവി പ്രത്യക്ഷപ്പെട്ടത്. അങ്ങനെ അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ പരിഭ്രമിക്കണ്ട, നിങ്ങൾക്ക് നന്മയെ വരുള്ളൂ എന്നുള്ളത്. അപ്പം ദൈത്യന്മാരും അതായത് അസുരന്മാരും ദേവീനെ ഭജിക്കാൻ തുടങ്ങി. ഇതറിഞ്ഞിട്ട് ദേവി അവിടെ എത്തി, അവരെ അനുഗ്രഹിച്ചു, അവർ സ്തുതിച്ചു. ദേവി പറഞ്ഞു, നിങ്ങൾ പാതാളത്തിലേക്ക് പോയിക്കോളൂ, അവിടെ സുഖമായിട്ട് ജീവിച്ചു, യുദ്ധവും വേണ്ട, ഒന്നും വേണ്ട, സ്വസ്ഥമായിട്ട് അവിടെ കൂടിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് ദൈത്യന്മാരെല്ലാം പാതാളത്തിലേക്ക് പോയി. ഇനി ചോദ്യമാണ് രാജാവ്, ഈ ഭൃഗു ശപിച്ചു എന്ന് പറഞ്ഞല്ലോ, ഭൃഗുശാപം ഫലിച്ചുവോ എന്നാണ് ചോദ്യം. അപ്പൊ പറഞ്ഞു ഭൃഗുശാപം ഫലിച്ചിട്ടുണ്ട്. പല അവതാരം വിഷ്ണുവിന് എടുക്കേണ്ടി വന്നു. അതിലൊന്ന് നരനാരായണന്മാര് തന്നെയാണ്, ധർമ്മന്റെ മക്കള്. 2 അത്രി മഹർഷി. അത്രി മഹർഷിയായിട്ട് ജനിച്ചു. ഭാര്യ അനസൂയ. അവർക്ക് 3 മക്കള്. ആ 3 മക്കളാണ് നമുക്ക് പേര് കേട്ടാ അറിയാം. സോമൻ, ദത്താത്രേയൻ, ദുർവാസാവ്. ഈ 3 പേരും കേട്ടാലേ, സോമൻ എന്ന് പറയുന്നത് സാത്വികനാണ്. ഈ ബ്രഹ്മാവും വിഷ്ണുവും ശിവനുമാണ് ജനിച്ചത്. ബ്രഹ്മാവ് സോമനായിട്ട് സാത്വികനായിട്ട്, ദത്താത്രേയൻ വിഷ്ണു രാജസം, അതേപോലെ ദുർവാസാവ് രുദ്രൻ. ദുർവാസാവ് ഈ രുദ്രന്റെ ജന്മമാണ്. നമുക്കറിയാം രുദ്ര എപ്പോഴും കോപമാണ് ദുർവാസാവ്. പിന്നെ നരസിംഹമായിട്ട് ജനിച്ചു. കഥയൊന്നും ഇതിലും വിസ്തരിക്കുന്നില്ല, ഞാനും വിസ്തരിക്കുന്നില്ല. പിന്നെ വാമനനായിട്ട് വിഷ്ണു ജനിക്കേണ്ടി വന്നു, ഭൃഗുശാപം കൊണ്ടാണ്. പിന്നെ ജമദഗ്നി എന്ന് പറഞ്ഞാല് പരശുരാമൻ. ജമദഗ്നിന്ന് പരശുരാമൻ ഉണ്ടായി. അപ്പം ക്ഷത്രിയന്മാരെ മുഴുവനും നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ച ആളാണ് പരശുരാമൻ. പിന്നെ ശ്രീരാമൻ, നമുക്കറിയാം എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ സഹിച്ചു എന്നുള്ളത്. പിന്നെ ഈ നരനാരായണന്മാര് തന്നെ അർജുനനായിട്ടും കൃഷ്ണനായിട്ടും അവതാരമെടുത്തു. ഇനി ഈ നാരായണ ആശ്രമത്തിലെ നേരത്തെ ഒരു കഥ നമ്മൾ പകുതിയാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഈ ദേവാംഗനമാര് നാരായണനെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നപ്പോൾ നാരായണൻ അവരെ ശപിക്കാൻ തുടങ്ങുകയും അപ്പോൾ നരൻ അത് തടയുകയും ചെയ്തിട്ടുണ്ട്. ഇത് മുമ്പേ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അവരെ സമാധാനിപ്പിച്ചു. എന്താ സമാധാനിപ്പിച്ചതറിയാമോ? ഞങ്ങൾക്ക് ഈ ജന്മത്തില് ഈ വിവാഹം നിഷിദ്ധമാണ്, ഞങ്ങൾ താമസന്മാരാണ്. പക്ഷെ അടുത്ത ജന്മത്തിൽ നാരായണനാണ് കൃഷ്ണനായിട്ട് ജനിക്കുന്നത്. ഈ ദേവകള് 16,050 പേരുണ്ട്. ഒരു നിങ്ങളെല്ലാം എൻ്റെ അടുത്ത ജന്മത്തിൽ എൻ്റെ ഭാര്യമാരായിട്ട് വരും. അത് നമുക്കറിയാം, 16,008 ഭാര്യമാരുണ്ടായി എന്നുള്ള പറയുന്ന കഥ. ഈ കാമദേവന് എൻ്റെ കൂടെ വന്ന ഈ 16,000 സ്ത്രീകളാണ് പിന്നീട് അവിടെ ഭൂമിയിൽ ജനിച്ചിട്ട് ശ്രീകൃഷ്ണന്റെ പത്നിമാരായി തീർന്നു. അപ്പൊ ദ്വാപര യുഗത്തിൽ ഞാൻ ജനിക്കും. അന്ന് നിങ്ങൾ പല രാജാക്കന്മാർക്ക് ജനിക്കും. ആ ജയിലിൽ നിന്നാണല്ലോ ഒന്നിച്ചവരെ കൂട്ടിക്കൊണ്ടായത്. നിങ്ങളെല്ലാം ഞാൻ അവിടുന്ന് അന്നേരം കല്യാണം കഴിക്കും എന്ന് പറഞ്ഞു. അപ്പോ ഇങ്ങനെ ഭൃഗുവിന്റെ ശാപം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള അവതാരങ്ങളെല്ലാം ഉണ്ടായത് എന്ന് പറഞ്ഞു.
അപ്പം ഈ ഹരിയും ദേവകി അതേപോലെ ദേവകി പുത്രന്മാരായിട്ട് ശ്രീകൃഷ്ണനും ബലരാമനും ഉണ്ടായി. അത് എന്തുകൊണ്ടാണ്? അവരെന്താ കഷ്ടപ്പെടാൻ കാരണം? അവരെങ്ങനെയാണ് ഗോകുലത്തിലെത്തിയത്? എങ്ങനെയാണ് ദ്വാരകയിലെത്തിയത്? അപ്പം പറഞ്ഞു, യദുകുലത്തിന് ഒരു ബ്രാഹ്മണ ശാപം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ബ്രാഹ്മണ ശാപം കിട്ടിയത്? ഇങ്ങനെ കുറെ ചോദ്യങ്ങള് അവിടെ ചോദിക്കുകയാണ്. നേരത്തെ നമ്മൾ ചോദിച്ച ചോദ്യം തന്നെ ഇവിടെയും വരുന്നുണ്ട്. ഭീഷ്മൻ ഈ വ്യാസനെ ഉപയോഗിച്ചിട്ട് വംശവർദ്ധന വർത്തിയത് എന്തുകൊണ്ടാണ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം ചോദിക്കാം. അപ്പോൾ അതിൻ്റെ കഥയായിട്ടാണ് ഈ ശ്രീകൃഷ്ണന്റെ അവതാരത്തിന്റെ കഥയായിട്ടാണ് വരുന്നത്. ഭാഗവതത്തിലുള്ള തന്നെയാണ്. ഭൂമി എപ്പോഴാണ് അവതാരം ഉണ്ടാവുക? ഭൂമിക്ക് ഭാരമാവുമ്പോഴാണ്. അതായത് അസുരന്മാര് വർദ്ധിക്കുമ്പോഴാണ് ഈ അവതാരം ഉണ്ടാവുക. അപ്പൊ ഭൂമിയില് അസുരന്മാര് വർദ്ധിച്ചപ്പോൾ ഭൂമി നേരെ ഒരു പശുവിന്റെ രൂപം ധരിച്ച് ബ്രഹ്മാവിന്റെ അടുത്ത് പോയി. ആ ഭാരം താങ്ങാനാവട്ടെ. അവര് പറഞ്ഞു, ജരാസന്ധൻ അതേപോലെ കംസൻ മുതലായിട്ടുള്ള ആൾക്കാരൊക്കെ എന്നെ വല്ലാണ്ട് പീഡിപ്പിക്കുന്നു, അവരുടെ ഭാരം കൊണ്ട് ഇരിക്കാനാവുന്നില്ല എന്ന് ബ്രഹ്മാവിനോട് പറഞ്ഞു. ബ്രഹ്മാവ് പറഞ്ഞു, എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് വിഷ്ണുവിന്റെ അടുത്ത് പോവാം. അങ്ങനെ ദേവന്മാരും ഇവരെല്ലാവരും കൂടി വിഷ്ണുവിന്റെ അടുത്ത് പോയി. എന്നിട്ട് ബ്രഹ്മാവ് സ്തുതിച്ചു. സ്തുതി ഇതന്നെയാണ്, ഭൂമിയുടെ ഭാരം തീർത്തു തരണേ. വിഷ്ണു പറഞ്ഞു, ഞാനും അത്ര സ്വതന്ത്രനൊന്നുമല്ല, എൻ്റെ ഇഷ്ടത്തിനല്ല, ചില കർമ്മഫലങ്ങളൊക്കെ ഇതിലുണ്ട്. എനിക്ക് മത്സ്യമായിട്ടും പന്നിയായിട്ടുള്ള ജനിക്കേണ്ടി വന്നില്ലേ, രാമനായിട്ട് കഷ്ടപ്പെടേണ്ടി വന്നില്ലേ, അന്ന് 14 വർഷം കാട്ടിൽ തെണ്ടേണ്ടി വന്നില്ലേ. അപ്പം ഞങ്ങളെല്ലാവരും പരവശന്മാരാണ്. ഏതിന്? മായാശക്തിക്ക് അധീനന്മാരാണ്. മായാശക്തി എന്ന് പറഞ്ഞാൽ ദേവി ഭാഗവതം എന്ന് പറയുന്നുണ്ടല്ലോ. ദേവിക്ക് കീഴ്പ്പെട്ടിട്ടാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഏറ്റവും മേലെ ദേവിയാണ്. അതുകൊണ്ട് ദേവീ ഭജനം ചെയ്യുക. അങ്ങനെ ദേവന്മാരെല്ലാം കൂടിയിട്ട് ദേവിയെ ധ്യാനിച്ചു. വലിയ ഭജനമൊന്നും വേണ്ടി വന്നില്ല. ധ്യാനിച്ചപ്പോൾ തന്നെ ദേവി പ്രത്യക്ഷമായപ്പോൾ ബ്രഹ്മാവ് സ്തുതിച്ചു. നീയാണ് ലോകത്തിന്റെ എല്ലാ ഈ സൃഷ്ടിസ്ഥിതി എല്ലാറ്റിനെയും കാരണം നീയാണ് എന്നൊക്കെ. നീ പണ്ട് യക്ഷന്റെ രൂപത്തില്, അത് ഉപനിഷത്തിലുള്ള കഥയാണ്, ദേവന്മാരെ മുഴുവനും നീ തോപ്പിച്ചില്ലേ. ഒരു പുല്ലിങ്ങനെ ഇട്ടിട്ട് ഇതിനെ വായോട് പറഞ്ഞു, ഇതിനെ പറപ്പിക്കൂ. വായിന് അതിനെ പറപ്പിക്കാൻ പറ്റിയില്ല. അഗ്നിയോട് ഇതിനെ കത്തിക്കാൻ പറ്റിയില്ല. വെള്ളത്തോട് ഇതിനെ ഒഴുക്കാൻ പറ്റിയില്ല. അങ്ങനെയൊക്കെ ഉള്ള സർവശക്തിയായിട്ടുള്ള ദേവിയല്ലേ നീ എന്നൊക്കെ ഇവര് സ്തുതിച്ചു. വിഷ്ണുവും ഇന്ദ്രനും എല്ലാവരും സ്തുതിച്ചു. അപ്പോ ദേവി ചോദിച്ചു, എന്തിനാണ് ഇപ്പൊ എന്നെ വിളിച്ചത്? പറഞ്ഞു, ഭൂമിക്ക് ഭാരമാണ്. കുറേ ഇവരെ അസുരന്മാരുടെ പേരൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങള് മഹിഷാസുരനെയും ശുംഭനെയും നിശുംഭനെയും ചണ്ടനെയും മുണ്ടനെയും ഒക്കെ ഭൂഭാരം തീർക്കാൻ പണ്ട് കഥിച്ചിട്ടില്ലേ, അതുപോലെ ഇപ്പവും ഇപ്രാവശ്യം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോ ദേവി പറഞ്ഞു, ഇതിന് ഞാൻ ചെയ്യാം, പക്ഷെ നിങ്ങളാണ് കാരണമായി നിൽക്കേണ്ടത്. നിങ്ങളെല്ലാവരും ഭൂമിയിൽ ജനിക്കണം, അംശാവതാരമായിട്ട്. ബ്രഹ്മാവും വിഷ്ണുവും എല്ലാവരും ജനിക്കണം. അപ്പോ കശ്യപനാണ് വസുദേവനായിട്ട് ജനിക്കുക. ഇത് മുമ്പേ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. വിഷ്ണു കൃഷ്ണനായിട്ട് ജനിക്കണം. ദേവി, ഞാൻ യശോദയാവും. യശോദ ദേവിയുടെ ജന്മമാണ്. പിന്നെ
അനന്തൻ, അതായത് വിഷ്ണുവിന്റെ കിടക്ക ശേഷൻ, അയാള് ബലരാമനായിരിക്കും. അപ്പം ആ ബലരാമൻ ഗർഭത്തില് അലസിപ്പോയി എന്ന് പറഞ്ഞിട്ട് രോഹിണിയുടെ ഗർഭത്തിലേക്ക് പോകും. യമനാണ് യുധിഷ്ഠിരൻ, വായുവാണ് ഭീമൻ, ഭീമന് ശക്തി വായുവിൻ്റെയാണ്. ഇങ്ങനെ അശ്വിനി ആണ് നകുല സഹദേവന്മാർ, വസു ഭീഷ്മൻ, ഇങ്ങനെ എല്ലാ ദേവകളും ഭൂമിയിലെ പല പേരില് പല കഥാപാത്രങ്ങളായിട്ട് ജനിച്ചു. അപ്പോ ദേവി അന്നേരം തന്നെ പറഞ്ഞു, ഭൂഭാരം ഒരുവിധാവുമ്പോഴേക്കും ശ്രീകൃഷ്ണൻ, യദുകുലവും ശ്രീകൃഷ്ണനും എല്ലാം നശിക്കും. അപ്പം ഇങ്ങനെ യദുകുലത്തിന് നിങ്ങളാണ് സഹായികളായിട്ട് ജനിക്കുക, നിങ്ങളും എല്ലാവരും തന്നെ ഭൂഭാര ഉദ്ധാരണം നടന്നാൽ നിങ്ങൾക്കെല്ലാം തിരിച്ചു വരാം ധരിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് ദേവി അവിടെ നിന്നും അന്തർധാനം ചെയ്തു. ഇനി വിഷ്ണുവിന്റെ കഥയിലേക്കാണ് വരുന്നത്. നമുക്കറിയാം, കംസന്റെ ജയിലിലാണ് വിഷ്ണുവിന് ഗർഭവാസ ദുഃഖം അനുഭവിക്കേണ്ടി വന്നു. ദേവിക്ക് 2 രൂപമുണ്ട്, ഒന്ന് വിദ്യാരൂപവും 2 അവിദ്യാരൂപവും. വിദ്യ മോചനത്തിനും അവിദ്യ ബന്ധനത്തിനുമാണ്. അപ്പം എല്ലാവരും, വിഷ്ണുവും ബ്രഹ്മാവും എല്ലാം തന്നെ കുറച്ച് അവിദ്യ അവർക്കുണ്ട്, അവർക്കെല്ലാം ബന്ധനമുണ്ട്. അതാണ് മനുഷ്യനെ അപേക്ഷിച്ച് ദേവന്മാർക്ക് ആയുസ് കൂടുതലാണ്. ദേവന്മാർ മരിക്കില്ല എന്ന് പറയാൻ പറ്റില്ല, അമരന്മാരെന്ന് പറയും. പക്ഷെ അമരന്മാരാണെങ്കിലും അവർക്ക് മരണമുണ്ട്. പക്ഷെ മനുഷ്യന്മാരെക്കാളും കൂടുതൽ ജീവിക്കും. അതുകൊണ്ടാണ് അവരെ അമരന്മാരെന്ന് പറയുന്നത്. എല്ലാവർക്കും കർമ്മം കാരണമാണ്, കർമാവസാനത്തിൽ എല്ലാവരും ഇല്ലാണ്ടാവും. അപ്പം ഏറ്റവും കൂടുതൽ ആയുസ്സുള്ളത് ബ്രഹ്മാവിനാണ്, പരമായുസ്. അതിനേക്കാളും വയസ്സ് കൂടുതൽ വിഷ്ണുവിനുണ്ട്. പക്ഷെ ഇവരെല്ലാവർക്കും തന്നെ അവസാനമുണ്ട്. ആർക്കും പരമമായിട്ട് സുഖമൊന്നുമില്ല. സൂര്യൻ സുഖമാണെന്നിരിക്കും, ചന്ദ്രന് സുഖമാണെന്നിരിക്കും, അവരെ വിഴുങ്ങാൻ വേണ്ടി രാഹുകേതുക്കളുണ്ട്. ഇങ്ങനെ ലോകത്തിൽ എല്ലാവർക്കും ദുഃഖമുണ്ട്. രാമന് ദുഃഖമുണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇനി കൃഷ്ണന്റെ ദുഃഖത്തിനെ പറ്റിയാണ് പറയുന്നത്. എങ്ങനെയാണ് കഥ ചുരുക്കിയാണ് പറയുന്നത്. അതായത് ദേവകി വസുദേവന്മാരുടെ വിവാഹം, ആ വിവാഹത്തിന്റെ തേരിൽ വെച്ചിട്ട് കംസൻ ആ തേര് തെളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അശരീരി ഉണ്ടായി. എന്താണ്? ഇവളുടെ 8ാമത്തെ ഗർഭം നിന്നെ നശിപ്പിക്കും എന്ന് പറഞ്ഞതാണ്. അപ്പം ഉടനെ ദേവകിനെ കൊല്ലാൻ വേണ്ടിയിട്ട് പോവാണ്. പോകുമ്പോൾ ആര് പറഞ്ഞിട്ടും ഇല്ല, ദേവകിയുടെ തല ചുറ്റി പിടിച്ചിട്ട് വാളുകൊടുത്ത് നിൽക്കുമ്പോൾ വസുദേവൻ പോയിട്ട് പറഞ്ഞു, ഒരു കാര്യമാണ്, ഈ ദേവകി അല്ലല്ലോ നിന്നെ കൊല്ലുന്നത്, ദേവകിയുടെ മകന് 8ാമത്തെ കുട്ടിയല്ലേ, ഞാൻ ഇവക്ക് ഉണ്ടാവുന്ന എല്ലാ കുട്ടികളെയും ഞാൻ നിനക്ക് കൊടുത്തേ ജനിച്ച ഉടനെ, അതുകൊണ്ട് നീ ഒന്നും ഇപ്പൊ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ്. അപ്പൊ ഈ വസുദേവന്റെ ഒരു ഉറപ്പിന്റെ മേലെ ദേവകിയെ വിടുവിച്ചു. ദേവകിക്ക് ആദ്യത്തെ ഗർഭമുണ്ടായി. അപ്പോൾ കംസൻ ഇതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. കുട്ടിയായപ്പോ വസുദേവന് പറഞ്ഞു, കുട്ടീനെയും കൊണ്ടാ ഞാൻ കൊടുക്കട്ടെ. അപ്പൊ പറഞ്ഞു, അയ്യോ, ഈ നമുക്കറിയാലോ അമ്മക്ക് കുട്ടീനെ കൊല്ലാൻ കൊടുക്കാൻ പറ്റും, അപ്പം ഞാൻ തരുവേയില്ല. നേരം പറഞ്ഞു, ഇതെല്ലാം കർമ്മഫലമാണ്, നമുക്ക് ഇതിനൊന്നും ഈ സത്യത്തിനൊന്നും വിട്ടു നിൽക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സ് ഈശ്വരനിൽ അർപ്പിച്ച് മുണ്ടാണ്ട് നിന്നുള്ള. അപ്പൊ ദേവകി പറഞ്ഞു, നമുക്ക് കർമ്മഫലം മാറ്റിക്കൂടെ, നമുക്ക് ദാന ധർമാദികളൊക്കെ ചെയ്തിട്ട് ഈ കർമ്മഫലം, പ്രാരബ്ധം ഒരിക്കലും തടയാൻ പറ്റില്ല. പ്രാരബ്ധം എന്ന് പറഞ്ഞാൽ തുടങ്ങിയ കർമ്മം, അതിന്
നാശമില്ല, അത് ചെയ്യേ പറ്റൂ. അതുകൊണ്ട് ഈ പിന്നെ ഇതിൽ നല്ല ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ പിന്നെ പിന്നെ രോഗങ്ങളെല്ലാം വരുന്നത് കർമ്മഫലമാണെങ്കിൽ പിന്നെ എന്തിനാ ആയുർവേദം എന്ന് പറഞ്ഞ ശാസ്ത്രം ഉണ്ടായത് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ അതെല്ലാം ശരി തന്നെ, എങ്കിൽ പരിശ്രമം ചെയ്യണം. പക്ഷെ ആ പരിശ്രമം ചെയ്താൽ അതിന്റെ ഫലം കർമ്മം പോലെ വരൂ, വിധിയെ വരും എന്ന് പറഞ്ഞിട്ട് കർമ്മത്തിന്റെ കാര്യങ്ങളൊക്കെ ചർച്ചയിൽ വരുന്നുണ്ട്. അത് വിശദീകരിക്കുന്നില്ല. ഏതായാലും വസുദേവൻ കുട്ടീനെ വാങ്ങിയിട്ട് അർജുനന്റെ മുമ്പിൽ കൊണ്ടുപോയി. അപ്പോ കംസന് സന്തോഷമായി, ഇയാൾ വാക്ക് പാലിക്കുന്ന ആളാണല്ലോ. ഏതായാലും ഇത് 8ാമത്തെ കുട്ടിയല്ലല്ലോ, 1ാമത്തെ കുട്ടിയല്ലേ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്തോ, നീ ഇതിനെ തിരിച്ചു കൊണ്ടുപോയിക്കോ, ഇവനല്ലല്ലോ എന്നെ കൊല്ലാൻ പോകുന്നത് എന്ന് പറയാണ്. അപ്പം ആ കുട്ടിയെ ദേഹം തിരിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് നാരദൻ വന്നു. അവിടെ നാരദൻ പുരാണങ്ങളിൽ മുഴുവനും ഒരു ഏഷണിക്കാരനായിട്ടാണ്. വാസ്തവത്തിൽ നാരദൻ ഏഷണിയല്ല, ഈ കർമ്മഫലം അനുഭവിക്കാനുള്ള കാരണം ഉണ്ടാക്കുകയാണ്. അപ്പൊ നാരദൻ പറഞ്ഞു, 8ാമത്തേത് എന്ന് പറഞ്ഞ് കണക്കാക്കണ്ട, 8ാമത്തേതിൽ നിന്ന് ഇങ്ങോട്ട് താഴോട്ടിരുന്ന എങ്ങനെ ഇരിക്കും? 8ാമത്തേത് 1, 7ാമത്തേത് 2, 6ാമത്തേത് 3, അങ്ങനെ വരുമ്പോൾ ഈ ആദ്യത്തേത് 8ആയിട്ട് വരും. അതുകൊണ്ട് അങ്ങനെയൊന്നും വിശ്വസിക്കണ്ട എന്ന് പറഞ്ഞിട്ട് നാരദൻ പോവുകയും ചെയ്തു. അപ്പോ ഇയാൾക്ക് കാര്യം മനസ്സിലായി. ഓടി വന്ന് ഇയാളുടെ അടുത്ത് ഈ കുട്ടിയെ മേടിച്ചു കൊണ്ടുപോയിട്ട് പാറ കടിച്ചു കൊന്നു എന്നാണ് കഥ. അങ്ങനെ ഒരു കുട്ടി മരിച്ചു. 2ാമത്തേത് വന്നു, 2ാമത്തേനെ അതേപോലെ വന്നു, 3ാമത്തേത്, അങ്ങനെ 6 കുട്ടികളെയാണ് ഈ പിന്നെ ഓരോരാളെയായിട്ട് കംസൻ വധിക്കുന്നു. അപ്പോ ഈ രാജാവ് ചോദിക്കുകയാണ്, എന്തിനാ ഈ നാരദൻ ഈ പണിക്ക് പോകുന്നു? നാരദന് ഏഷണി അയാള് ഋഷിയല്ലേ, ദേവലോകത്ത് താമസിക്കുന്ന ഒരു ദേവനല്ലേ, അപ്പൊ അയാൾ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിക്കുന്നത്. അപ്പോ വ്യാസം പറയാണ്, അതെല്ലാം ദേവകാര്യമാണ്. ഈ നാരദൻ പറയുന്നതും ദേവകാര്യമായിട്ടാണ്, മറ്റ് വേറെ ആർക്കും വേണ്ടിയിട്ടില്ല, ദേവന്മാരുടെ വിധി കാണിക്കാൻ വേണ്ടി തന്നെയാണ് എന്ന് പറയാം. അപ്പൊ ഈ ഷഡ്ഗർഭം, 8 ഗർഭം, ഷഡ്ഗർഭൻ എന്നും പേരുണ്ട്. അതൊരു ശാപം കൊണ്ടാണ് ഈ 8 ആൾക്കാരും ഇങ്ങനെ ഗർഭം കഴിഞ്ഞ് പുറത്ത് വന്ന ഉടനെ മരിക്കേണ്ടി വന്നത്. അത് ശാപം കാരണമാണെന്ന് പറഞ്ഞപ്പോ രാജാവ് ചോദിച്ചു, ശാപം എന്ത് ശാപമാണ്? അപ്പൊ പറഞ്ഞു, മരീചി എന്ന് പറഞ്ഞൊരു മഹർഷി, മരീചിക്ക് 6 കുട്ടികൾ. മരീചിയുടെ ഭാര്യയുടെ പേരാണ് ഊർണ. ഊർണയില് 6 കുട്ടികളുണ്ട്. അപ്പോ ഈ കുട്ടികള് ജനിച്ചപ്പോ ബ്രഹ്മാവിനെ നോക്കി, 6 ആളും എല്ലാവരും ജനിച്ചതിന് ശേഷം ഒരു ദിവസം ഇവരിങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ബ്രഹ്മാവിനെ കണ്ടു. അപ്പൊ ബ്രഹ്മാവിനെ നോക്കിയിട്ട് ഇവരൊരു ചിരിച്ചു. എന്താ ചിരിക്കാൻ കാരണം? ഈ ബ്രഹ്മാവ് ഒരു പണി ഒപ്പിച്ചിട്ടുണ്ടായി. ബ്രഹ്മാവിന് മകളുണ്ടായി സരസ്വതി. സരസ്വതി നല്ല സുന്ദരിയായി. അപ്പോ ഈ സരസ്വതിയിൽ ഒരു ഭ്രമം തോന്നി എന്നൊരു കഥയുണ്ട്. അതുകൊണ്ട് അത് ആലോചിച്ചിട്ടാണ് ഇവർ ചിരിച്ചത്. ബ്രഹ്മാവിനത് മനസ്സിലാവുകയും ചെയ്തു. ആഹാ, നിങ്ങൾ എന്നെ കളിയാക്കാൻ അത്രയും വളർന്നു, നിങ്ങൾ എല്ലാവരും പോയിട്ട് അസുര യോനിയിൽ ജനിക്കും, എന്നിട്ട് ആ അധിക കാലം ജീവിക്കൂല. ഇവരെല്ലാവരും പോയിട്ട് അസുരൻ കാലനേമി എന്ന് പറയുന്ന ഒരു അസുരന്റെ ഭാര്യയില് ജനിച്ചു. 6 മക്കളും. അവരെല്ലാവരും ഈ പറഞ്ഞ മാതിരി നശിച്ചുപോയി, കൊല്ലപ്പെട്ടു. പിന്നീട് ഹിരണ്യകശിപുവിന് ഇതേപോലെ ഈ 6 ആളും ജനിച്ചു. ഈ 6 ആളും ജനിച്ച ശേഷം
അവരെല്ലാവരും സന്യസിച്ചു, തപസ്വികളായിട്ട് പോയി, ജ്ഞാനികളായി. അങ്ങനെ ജ്ഞാനികളായപ്പോ ബ്രഹ്മാവ് ഇവർക്കൊരു വരം കൊടുത്തു. അപ്പോ ഈ വരം എന്താണ്? ഇവർ ചോദിച്ചത്, ഞങ്ങൾക്ക് മരണം ഉണ്ടാവാൻ പാടില്ല, ആരും മനുഷ്യനോ മൃഗങ്ങളോ ഒന്നും ഞങ്ങളെ കൊല്ലാൻ പാടില്ല എന്നുള്ള വരമാണ് അവർ ചോദിച്ചത്. കാരണം ഇത് കഴിഞ്ഞ പ്രാവശ്യം മുഴുവൻ മരിച്ചു പോയല്ലോ പെട്ടെന്ന്. അപ്പോ ആ വരം കൊടുത്തു. വരം കിട്ടിയിട്ട് തിരിച്ചു വന്ന് ഹിരണ്യകശിപുവിന്റെ അടുത്തേക്ക് വന്നപ്പോൾ ഹിരണ്യകശിപു അസുരനാണല്ലോ, നിങ്ങൾ ദേവനെ പോയിട്ട് പൂജിച്ചില്ലേ, ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല, ഓടിക്കൊടുത്തു. അവരെ പാതാളത്തിലേക്ക് പറഞ്ഞയച്ചു. മാത്രമല്ല, നിങ്ങൾ അവിടെ പോയാൽ ശാപമാണ്, നിങ്ങൾ അവിടെ ഉറക്കായിരിക്കുന്നത്, അവിടെ പോയാൽ ഉറങ്ങുക, ഇത്രേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ മരിച്ചാൽ ഓരോരാളായിട്ട് ദേവകിക്ക് പിറക്കും. ആ ദേവകിക്ക് പിറന്നാൽ ഓരോ കൊല്ലവും ഈ ദേവകിക്ക് പിറന്നാലും പിന്നെ ആ കുട്ടിയെ കംസൻ കൊല്ലും. കംസൻ ആരാണ്? ഇവരുടെ കാലനേനിയുടെ അവതാരമാണ്. അപ്പോൾ കാലനേനിയുടെ അസുരന്റെ അവതാരമായിട്ടുള്ള കംസൻ ഇവരെ ഓരോരാളെ, അങ്ങനെയാണ് ഈ ആറ് ആൾക്കാരെയും കൊന്നത് എന്ന് ആ കഥ പറഞ്ഞു. അപ്പം ഇവരാണ് ഷഡ്ഗർഭന്മാര്. ആറ് പേരും അങ്ങനെ കൊല്ലപ്പെട്ടു. ഏഴാമത്തെ ഗർഭം അത് 4 മാസമാകുമ്പോഴേക്ക് അലസിപ്പോയി എന്ന് ഒരു ശ്രുതി. ആ അലസിയതല്ല, ആ ഗർഭം ആരും അറിയാതെ വസുദേവരുടെ തന്നെ 2ാമത്തെ ഭാര്യയായിട്ടുള്ള രോഹിണിയുടെ ഗർഭത്തിൽ കൊണ്ടുവച്ചു. ആ കുട്ടിയാണ് വളർന്ന് ഏകദേശം ശ്രീകൃഷ്ണനെ പ്രസവിച്ചതിന് തൊട്ട് മുമ്പായിട്ട് അതും പ്രസവിച്ചു. ഒരു വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളത്. അപ്പോൾ അതാണ് ബലരാമൻ. അങ്ങനെ സംഘർഷണൻ എന്നും പേരുണ്ട്. സംഘർഷണൻ എന്ന് പറഞ്ഞാൽ ഈ അലസിപ്പോയ ഗർഭത്തിന് സംഘർഷണം എന്ന് പേര്. അങ്ങനെ അപ്പുറത്ത് ബലരാമനും ജനിച്ചു. പിന്നീട് 8ാമതായിട്ട് നമുക്കറിയാം, പിന്നെ വസുദേവൻ കാശ്യപന്റെ അംശമാണ്, പിന്നെ ബലരാമൻ ശേഷന്റെ അംശമാണ്, ദേവകി അതിഥിയാണ്, കശ്യപന്റെ ഒരു ഭാര്യയാണ്, നാരായണൻ കൃഷ്ണനാണ്, നരൻ അർജുനനാണ്, ധർമ്മദേവനാണ് വിതുരൻ, ബൃഹസ്പതിയാണ് ദ്രോണൻ, പിന്നെ സമുദ്രമാണ് ശന്തനു, ശന്തനുവിന്റെ ഭാര്യയാണ് ഗംഗ, സമുദ്രത്തിന്റെ ഭാര്യയാണല്ലോ നദി. അതുപോലെ ഇങ്ങനെ ഇവരൊക്കെ ഈ ഒരു മുൻ ജന്മം ഉള്ളവരാണ്. അങ്ങനെ ഈ ഭൂമിയിൽ ഇവരെല്ലാം ക്രമത്തിൽ ജനിക്കുകയാണ്. 8ാമതായിട്ടാണ് ശ്രീകൃഷ്ണൻ ജനിക്കുന്നത്. ഇതെല്ലാം ഭാഗവതത്തിലെ കഥയാണ്, പക്ഷെ ദേവിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇതിലേക്ക് വരും, അത്രേ ഉള്ളൂ. അപ്പം 8ാമത് ഈ ശ്രീകൃഷ്ണനും നരനാരായണന്മാർ ജനിക്കുമ്പോൾ ഈ മഹർഷിമാരൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അവർക്ക് 2 മുടി തലനാര് അവിടെ കൊടുത്തു, അത്ര ഒന്ന് കറുത്തതോ ഒന്ന് വെളുത്തതോ. അതുകൊണ്ടാണ് കൃഷ്ണൻ കറുത്തതും ബലരാമൻ വെളുത്തതുമാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഓരോ കഥ ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. ഇനി കൃഷ്ണന്റെ ജന്മകഥയാണ് വരുന്നത്. അപ്പം ഇവിടെ യശോദയുടെ ഗർഭത്തില് ദേവി മായ, ദേവകിയുടെ ഗർഭത്തില് പിന്നെ വിഷ്ണു. രണ്ടും ഒരേ സമയത്താണ്, ഒരേ ദിവസമാണ് പ്രസവം. അപ്പം ഇവിടെ ദേവകിയുടെ കാരാഗ്രഹത്തില് വെച്ചിട്ട്, അപ്പൊ 8ാമത്തേതായതുകൊണ്ട് കുറച്ച് കൂടുതൽ ശ്രദ്ധയുണ്ട്. കംസൻ അവിടെ കൂടുതൽ ആൾക്കാരെ കാവലിന് ഏർപ്പെടുത്തി. ഇവരെ ദേവകിയെയും വസുദേവരെയും ചങ്ങല കിട്ടും. കാരണം ഓടിപ്പോകാനൊന്നും പാടില്ല, എല്ലാ ദിക്കിലും കാവല്. ഉറങ്ങാൻ പാടില്ല ആരും, ഇങ്ങനെ മണിയടിച്ചുകൊണ്ടിരിക്കുക. അവരെ
വെള്ളം തെളിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ കാവക്കാരൊക്കെ ഉറങ്ങാതെ ഒക്കെ തയ്യാറാക്കി വെച്ചു. അപ്പം യശോദ ദേവകിയോട് പറഞ്ഞിട്ടുണ്ട്, ഇവരൊക്കെല്ലാം പൂർവ്വജന്മം ഓർമ്മയുണ്ടല്ലോ, ഞാൻ എൻ്റെ കുട്ടി മായയായിരിക്കും, നിന്റെ കുട്ടി കൃഷ്ണനായിരിക്കും, വിഷ്ണുവായിരിക്കും, നമുക്ക് പരസ്പരം മാറാം, കൃഷ്ണനെ ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാം എന്നൊക്കെ ആദ്യ കണ്ടീഷനുണ്ട്. അപ്പോൾ പ്രസവിക്കുന്ന സമയത്ത് ഈ പിന്നെ ജയില് എല്ലാവരും ഉറക്കായി. ചെറിയൊരു ചാറൽ മഴയിലുണ്ടായി. അതുകൊണ്ട് നല്ല ഒരു AC-ന്റെ സുഖമുണ്ടായിരുന്നു. എല്ലാവരും സുഖമായിട്ട് ഉറങ്ങി. ഈ വസുദേവന്റെയും ദേവകിയുടെയും ചെങ്ങല അഴിഞ്ഞു വീണു. ഈ കുട്ടിയെയും എടുത്ത് പ്രസവിച്ചപ്പോഴ് ഒരു അശരീരി ഉണ്ടായി, മുമ്പത്തെ പോലെ. എന്താ അശരീരി? വസുദേവനോടാണ്, നീ ഈ കുട്ടിയെയും എടുത്തിട്ട് നേരെ അമ്പാടിയിലേക്ക്, ഗോകുലത്തിലേക്ക് പോയിക്കൊള്ളുക. അവിടെ ഒരു കുട്ടി പ്രസവിച്ചിട്ടുണ്ടാവും, ആ കുട്ടിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുകൊള്ളുക, എന്നിട്ട് പരസ്പരം മാറിയിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. വസുദേവൻ വേഗം കുട്ടിയെ എടുക്കുമ്പോഴേക്കും എല്ലാ ബന്ധനങ്ങളും നീങ്ങി, എല്ലാവരും കിടന്നുറങ്ങുന്നുണ്ട്. ഇദ്ദേഹം ഈ കുട്ടിയെയും എടുത്ത് നേരെ പോയി, കഥയിൽ നമുക്കറിയാം, ഗോകുലത്തിൽ പോയി. ഗോകുലത്തിൽ പോയപ്പോൾ യശോദ കിടക്കുന്നു എന്നല്ല പറഞ്ഞിട്ടത്, യശോദ ഈ മറ്റേ കുട്ടിയെ എടുത്തിട്ട് വാതിൽക്കൽ നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ കുട്ടിയെ അങ്ങോട്ട് വാങ്ങിയിട്ട് ആ കുട്ടിയെ ഇങ്ങോട്ട് കൊടുത്തു. അത് യശോദയുടെ കുട്ടിയാണ് ദേവി, മായാശക്തി. ആ ദേവിയെ നേരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു, കൃഷ്ണനെ അവിടെയാക്കി. അങ്ങനെ ഇവിടെ എത്തി കുട്ടീനെ അവിടെ കിടത്തിയപ്പോഴും കുട്ടി കരയാൻ തുടങ്ങി. അപ്പോഴേക്ക് കാവക്കാരിൽ ഉണർന്നു, ബഹളമായി. കംസനെ വിവരം അറിയിച്ചു. കംസൻ വന്ന് നോക്കുമ്പോൾ പെൺകുട്ടിയാണ്. ഇത് കുഴപ്പമില്ല, ഇതാരെങ്കിലും പറ്റിച്ചോ എന്നുള്ള സംശയം. അപ്പോ സംശയിക്കാൻ കാരണമൊന്നും ഇല്ലയാണ്. കാരണം ഇത്രയും കാവലും ഇവരൊക്കെ ചെങ്ങലയിൽ കിടക്കുന്നു, അതുകൊണ്ട് സംശയമൊന്നുമില്ല. എന്നാലൊരു സംശയം ഉണ്ടായിരുന്നു. ഈ കുട്ടിയെ കൊണ്ടുപോയി കാല് പിടിച്ച് പാറക്കിട്ട് അടിക്കാൻ നോക്കുമ്പോൾ അത് കയ്യിൽ നിന്ന് വഴുത്തി മേലോട്ട് പോയി. അങ്ങനെ തെറിച്ചു പോകുമ്പോൾ മേലെ നിന്ന് ദേവി പറഞ്ഞു, നീ എന്നെ കൊന്നിരുന്ന കാര്യമില്ല, നിന്റെ ശത്രു, നിന്റെ അന്തകൻ ജനിച്ചു കഴിഞ്ഞിട്ടുണ്ട്, നീ കഴിയെങ്കിൽ രക്ഷപ്പെടാൻ നോക്കും എന്ന് പറഞ്ഞിട്ട് ദേവി അപ്രത്യക്ഷമാവുകയും ചെയ്യും. പിന്നെയാണ് എവിടെയോ ജനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് മനസ്സിലാക്കിയിട്ട് ആ അടുത്ത് ജനിച്ച കുഞ്ഞുങ്ങളെ മുഴുവനും കൊല്ലാതിരുന്നു. അങ്ങനെ ഇവര് രാക്ഷസന്മാര് പൂതന, ചാണൂരൻ, മുഷ്ടികൻ, ധേനുകൻ, വത്സൻ മുതലായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെയൊക്കെ ഓരോ ഭാഗത്തേക്ക് അയച്ചു. എവിടെയെങ്കിലും കുട്ടികൾ ജനിച്ചിട്ടുണ്ടോ നോക്കുക, ഉണ്ടെങ്കിൽ എല്ലാവരെയും കൊന്നുകളയും. അങ്ങനെ എന്നിട്ടും കംസൻ ചിന്താവിഷ്ടനായിട്ട് ഒരു ദിക്കില് അനങ്ങാതിരുന്നു എന്നുള്ള കഥ. ഇനി ശ്രീകൃഷ്ണന്റെ ജന്മകഥ ചുരുക്കി പറയാം. അപ്പോ ശ്രീകൃഷ്ണനെ അവിടെ എത്തിയപ്പോ നന്ദഗൃഹത്തില് വലിയ ആഘോഷമായി. കുട്ടി ജനിച്ചു, അതും ആൺകുട്ടി, നല്ല ഭംഗിയുള്ള കറുത്ത കുട്ടി. അപ്പം ഈ വസുദേവരുടെ ഭാര്യ, പശുക്കള്, ഭൃത്യന്മാര് ഇവരൊക്കെ ഗോകുലത്തിലുണ്ട് എന്ന് കംസനെ നാരദൻ വിവരം കൊടുത്തിട്ടുണ്ട്. അപ്പം അവരെല്ലാം നിന്റെ ശത്രുക്കളാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ പൂതന, ധേനുകൻ, ഭഗൻ, വത്സൻ, ഞാൻ ഈ കഥ വിശദീകരിക്കുന്നില്ല, ഭാഗവതത്തിലാണ്, ഇതിലും വിശദീകരിച്ചിട്ടൊന്നുമില്ല. ഇവരൊക്കെ കൊല്ലപ്പെട്ടു. എല്ലാരെയും കൊന്നത് ശ്രീകൃഷ്ണൻ തന്നെയാണ്, ചെറിയ കുട്ടിയായിട്ടുള്ള കൃഷ്ണൻ. അപ്പം
ഇനി എന്താ ചെയ്യാം? അവിടെ പോയിട്ട് കൊല്ലാനാവില്ല. ഒരു കാര്യം ചെയ്യാം, അവനെ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാം. അങ്ങനെ അക്രൂരൻ എന്ന് പറയുന്ന ഒരു ഇവന്റെ ബന്ധു, കംസന്റെ ബന്ധുവാണ്, അക്രൂരനെ അയച്ചു ആ കുഞ്ഞളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട്. ഇവിടെ അമ്മാവനാണല്ലോ, ഇവിടെ ഒരു ധനുർയാഗം, ഒരു യാഗം, പേര് എന്ത് യാഗം? എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു ധനുർയാഗം, ഒരു വില്ലിനെ പൂജിക്കൽ. ഇവരെ രണ്ടാളെയും അവിടെ കൂട്ടിക്കൊണ്ടുവരാൻ. അപ്പം അവിടെ എത്തി. കഥ ചുരുക്കി അങ്ങോട്ട് പറയാം. ആ വില്ല് മുഴുവനും ഒടിച്ചു, കംസനെ കൊന്നു, ആ അമ്മയുടെ മടിയിൽ കയറിയിരുന്നു ദേവകീന്റെ. അങ്ങനെ അവിടെയാണ് ഉപനയനം നടക്കുന്നത് കൃഷ്ണന്റെ. വസുദേവര് തന്നെയാണ് ഉപനയനം ചെയ്യിക്കുന്നത്. അത് കഴിഞ്ഞ് സാന്ദീപനി മഹർഷിയുടെ കീഴിൽ അവിടെ ഉപനയം കഴിഞ്ഞാൽ വേദം പഠിക്കണം. അവിടെ 64 ദിവസം, അത്രേ ഉള്ളൂ. 64 ദിവസം കൊണ്ട് 64 ശാസ്ത്രങ്ങളും കലകളും പഠിച്ചു. അങ്ങനെ അപ്പോഴേക്ക് 12 വയസ്സേ ആയിട്ടുള്ളൂ. എല്ലാ വിദ്യകളും പഠിച്ച് മധുരയാണ് കംസന്റെ സ്ഥലം, അവിടെ നിന്നാണ് ഇതൊക്കെ ഉണ്ടായത്. ആ മധുരയിൽ താമസായി, ഗോകുലം വിട്ടു മധുരയിലേക്ക് താമസം. അപ്പൊ അവിടെ ഈ കംസന്റെ ജാമാതാവ്, അളിയൻ ജരാസന്ധൻ എന്ന് പേര്. ആ ജരാസന്ധൻ പിന്നെ ഇവരെല്ലാം യുദ്ധത്തിന് വിളിച്ചു. ജരാസന്ധനെ 17 തവണ യുദ്ധത്തിൽ തോൽപ്പിച്ചു എന്നാണ്. പക്ഷെ അയാൾക്ക് ശ്രീകൃഷ്ണന്റെ കൈ കൊണ്ട് മരിക്കാനുള്ള യോഗമില്ല. അങ്ങനെ പിന്നൊരു പ്രാവശ്യം യുദ്ധത്തിന് വന്നപ്പോഴേ ശ്രീകൃഷ്ണൻ ഒരു ഭയപ്പെട്ട് ഓടുന്നത് മാതിരി അഭിനയിച്ചു. ഇയാള് അതിനിടയിൽ കാലയവനൻ എന്ന് പറയുന്ന ഒരു അസുരൻ, ആ അസുരനെ കൊന്നൊരു കഥ പറയുന്നുണ്ട്. പിന്നെ ഈ കാലയവനൻ വന്ന സമയത്താണ് ഈ ശ്രീകൃഷ്ണൻ അവനെ ചതിയിൽപ്പെടുത്തി കൊല്ലുകയാണ്. അതായത് ശ്രീകൃഷ്ണൻ ഓടാൻ തുടങ്ങി, പിന്നാലെ കാലയവനൻ ഓടി ഒരു ഗുഹയിൽ കയറി. ആ ഗുഹയില് മുചുകുന്ദൻ എന്ന് പറയുന്ന ഒരു മഹർഷി തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ മുചുകുന്ദന്റെ അടുത്തേ കൂടെയാണ് പോയത്. മുചുകുന്ദൻ അവിടെ പിന്നെ കിടന്നുറങ്ങുന്ന സമയത്താണ് പോയത്. അപ്പൊ ഈ ശ്രീകൃഷ്ണൻ കുറച്ച് മുമ്പിലെത്തിയപ്പോഴാണ് അങ്ങ് അപ്രത്യക്ഷനായി. ഇയാൾ വിചാരിച്ചു ശ്രീകൃഷ്ണൻ ഉറങ്ങുന്നത് വിചാരിച്ചിട്ട് ഈ മുചുകുന്ദനെ പോയി ചവിട്ടി. അയാൾ ഉണർന്ന് പെട്ടെന്ന് തന്നെ ശപിച്ച് മുഴുവൻ ദഹിപ്പിച്ചു. അങ്ങനെ അവർ തിരിച്ചു വന്ന് ഉഗ്രസേനൻ, കംസന്റെ അച്ഛൻ, ഉഗ്രസേനനെ രാജാവാക്കി. അങ്ങനെ അതിൻ്റെ ഇടയിലാണ് ശിശുപാലൻ എന്ന് പറയുന്ന ശിശുപാലന്റെ കല്യാണം രുക്മിണിയായിട്ടാണ്. അപ്പൊ ആ കല്യാണം നിശ്ചയിച്ച രുക്മിണിനെ ഇയാൾ തട്ടിക്കൊണ്ടു. ഇതൊക്കെ തന്നെ ഓരോ കർമ്മഫലമാണ് എന്ന് അതാത് സമയത്ത് പറയുന്നുമുണ്ട്. ഇനി ഇവിടെ ഒരു കഥ നമ്മൾ കേൾക്കാത്തൊരു കഥയുണ്ട്. അതായത് രുക്മിണിക്ക് ഒരു കുട്ടി ജനിച്ചു. കുട്ടി ജനിച്ച ഉടനെ എവിടെയാണ്? മധുരയിലാണ്. ഇവരുടെ പട്ടാളമൊക്കെ ഭരിക്കുന്ന സ്ഥലമാണ്. എല്ലാ ദിക്കിലും കാവലും ഒക്കെ ഉണ്ട്. പക്ഷെ ആ കാവലിന്റെ ഇടയിലും ഈ ജനിച്ച കുട്ടിയെ ശമ്പരൻ എന്ന് പറയുന്ന ഒരു അസുരൻ കട്ടുണ്ടായി. ശ്രീകൃഷ്ണന്റെ മോനെ കട്ടുണ്ടായി. അപ്പോ എല്ലാ ദിക്കിലും അന്വേഷിച്ചു. അപ്പം ഈ ശമ്പരൻ എന്ത് ചെയ്തിച്ചു? ഈ കുട്ടീനെ എടുത്തു കൊണ്ടുപോയിട്ട് അയാളുടെ ഭാര്യയുടെ അടുത്ത് ഭദ്രമായിട്ട് വെച്ചു. കണ്ടുപിടിക്കാൻ പറ്റിയില്ല. കൃഷ്ണന് ദുഃഖമായി. ആരാണ്? അവതാരമായിട്ടുള്ള കൃഷ്ണനാണ്. അതാണ് നേരത്തെ പറഞ്ഞത്, കർമ്മഫലം. അവർക്ക് പോലും കർമ്മഫലമുണ്ട്. ശ്രീകൃഷ്ണൻ എന്ത് ചെയ്തു?
ദേവീ പൂജ നടത്തി, ദേവിയെ ഭജിച്ചു. ദേവി പ്രത്യക്ഷമായി പറഞ്ഞു, ഇത്രയും ഈ സുരക്ഷിതമായിട്ട് സ്ഥലത്ത് നിന്ന് എങ്ങനെയാണ് ഈ കട്ട് കൊണ്ടുപോയത്? അതൊരു കഷ്ടമല്ലേ? അതെല്ലാം പറഞ്ഞപ്പോൾ പറഞ്ഞു, പിന്നെ അത് സാരമില്ല, അതൊരു ശാപഫലമാണ്. അതുകൊണ്ട് നീ പേടിക്കണ്ട, 16 വർഷം കഴിഞ്ഞാൽ ആ കുഞ്ഞ് വലുതായിട്ട് ആ കട്ട് കൊണ്ടുപോയതിനെ കൊന്നിട്ട് തിരിച്ചു വരും. അങ്ങനെയാണ് പ്രദ്യുമ്നൻ 16-ാം വയസ്സിൽ ശമ്പരനെയും കൊണ്ട് തിരിച്ചു വരുന്നത്. അപ്പോൾ ഭാര്യയെയും സമാധാനിപ്പിച്ചു, രുക്മിണിയെ പേടിക്കണ്ട, 16 കൊല്ലം കഴിയുമ്പോഴേക്ക് കാണുമല്ലോ കുഞ്ഞ്. അപ്പൊ അത്രയും കാലം ശ്രീകൃഷ്ണനായിട്ട് പോലും ഇത് അനുഭവിക്കേണ്ടി വന്നു എന്നർത്ഥം. ഇനി ഒരധ്യായം കൂടെ ഉള്ളൂ. അപ്പൊ ശ്രീകൃഷ്ണന്റെ കഥയെല്ലാം എല്ലാ ദിക്കിലും പറയുന്നത് അഭിമാനം അല്ലെങ്കിൽ അഹങ്കാരം, അതുകൊണ്ട് ആണ് എല്ലാ ഈ ജീവിതത്തിലെ ദോഷങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ടാവുന്നത്, എല്ലാം കർമ്മഫലവുമാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇനി ഈ കട്ട് കൊണ്ടുപോയതിനെ പറ്റിയുള്ള ചോദ്യമാണ് ഇത്. ശ്രീകൃഷ്ണനെ ആ കട്ട് കൊണ്ടുപോയത് അറിയേണ്ടതല്ലേ? ശ്രീകൃഷ്ണൻ സർവജ്ഞനല്ലേ? പൂർണ്ണ പുണ്യാവതാരമല്ലേ? എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം പറയാണ്, മനുഷ്യജന്മത്തിന്റെ പരിമിതി ഉണ്ട്, അനുഭവിക്കേണ്ടി വരും. അവർക്ക് വിശപ്പില്ലേ? ശ്രീകൃഷ്ണനാണ് ദേവനാന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാണ്ടിരിക്കുമോ? അവർക്ക് ഭക്ഷണം വേണം, ദാഹിക്കും, ആലസ്യമുണ്ടാകും, വ്യാമോഹമുണ്ടാകും, സുഖമുണ്ടാവും, ദുഃഖമുണ്ടാവും. ഇതൊക്കെ മനുഷ്യൻ്റെതല്ല, അവരനുഭവിക്കേണ്ടി. അതുകൊണ്ട് രാമനായാലും കൃഷ്ണനായാലും നമുക്ക് 2 അവതാരത്തിനെ പറ്റിയാണ് കൃത്യമായിട്ട് അറിയാം. രാമൻ സ്വർണ്ണമൃഗത്തെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞോ? അത് രാക്ഷസനാണെന്ന് മനസ്സിലായില്ലല്ലോ. സീതാഹരണം, സീതയെ കട്ടുകൊണ്ടുവന്ന് അയാൾക്ക് മനസ്സിലായോ? ജടായു മരിച്ചതിനെ പറ്റി അറിയോ? ഇതൊന്നും മനസ്സിലായില്ല. വാനരന്മാരെ അന്വേഷണത്തിൽ അയച്ചു. രാമന് പിന്നെ ഈശ്വരനാണെങ്കിൽ എവിടെയുള്ളതെന്ന് അറിയണ്ടേ? രാമനോട് കരഞ്ഞുകൊടുക്കുകയല്ലേ ചെയ്തു. പിന്നെ ഇങ്ങനെ കുറെ ചോദ്യങ്ങള് ചോദിക്കാണ്. രാമൻ പിന്നെ സീത അഗ്നിപ്രവേശം വേണമെന്ന് പറഞ്ഞു. രാമൻ അറിയില്ലേ സീത പിന്നെ പതിവ്രതയാണെന്ന്? അതെല്ലാം കഴിഞ്ഞിട്ട് സീതയെ ഉപേക്ഷിച്ചില്ലേ? രാമന്റെ മക്കള് ലവകുശന്മാരെ കണ്ടിട്ട് എൻ്റെ മക്കളാണെന്ന് തിരിച്ചറിഞ്ഞോ രാമൻ? ഇതൊന്നുമില്ല. ഇതൊക്കെ മനുഷ്യന്റെ അവസ്ഥയിൽ മനുഷ്യനായിട്ട് തന്നെ ജീവിക്കേണ്ടി വരും എന്നാണ്. കൃഷ്ണനും അതെ. ആദ്യം ഭയപ്പെട്ടിട്ട് ഗോകുലത്തിലേക്ക് വേണ്ടി വന്നു, പിന്നെ ദ്വാരകയിലേക്ക് വന്നു, പുത്രദുഃഖം ഉണ്ടായി, പിന്നെ ഇങ്ങനെയുള്ള എല്ലാ അനുഭവങ്ങളും കൃഷ്ണനുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു കഥ, അതോടുകൂടി നമുക്ക് ഇന്നത്തെ ഇത് തീരും. അതിന് ഭാര്യയുടെ ഈ പുത്രദുഃഖം എങ്ങനെയുണ്ടായി എന്നുള്ളതിന് ഈ ഭാര്യ കൽപ്പവൃക്ഷം വേണം എന്ന് പറഞ്ഞു. അപ്പൊ അതിനു വേണ്ടിയിട്ട് കൽപ്പവൃക്ഷം ദേവലോകത്തിന് മാത്രമേ ഉള്ളൂ. ശ്രീകൃഷ്ണൻ ദേവലോകത്ത് പോയിട്ട് ഇന്ദ്രനുമായിട്ട് യുദ്ധം ചെയ്ത് കൽപ്പവൃക്ഷം ഇങ്ങോട്ട് കൊണ്ടുവന്നു. അതിന് ഇന്ദ്രനായിട്ട് യുദ്ധം ചെയ്യരുത്. അതേപോലെ ജാമ്പവാന്റെ മോളാണ്. ജാമ്പവതി ശ്രീകൃഷ്ണന്റെ ഭാര്യ. അവൾക്ക് നല്ല സന്തതി ഉണ്ടാവണം എന്ന് പ്രാർത്ഥിച്ചു. അപ്പം അതിന് തപസ് ചെയ്യേണ്ടി വന്നു. ജലം മാത്രം ഭക്ഷിച്ച് ശിവമന്ത്രം ഉരുവിട്ട് 3 മാസം വായുഭക്ഷണം ഇങ്ങനെയൊക്കെ ആയിട്ടാണ് ശിവനെ പ്രസാദിപ്പിച്ചിട്ട് ജാമ്പവതിക്ക് കുട്ടി ഉണ്ടായത് എന്നാണ്. അപ്പോ ഞാൻ ഈ ശിവൻ എന്നിട്ട് അത് ഇദ്ദേഹത്തിന് വരം കൊടുക്കുകയും പിന്നെ മാത്രമല്ല പുത്രലാഭം വേണമെന്നാണ് പറഞ്ഞത്. ശ്രീകൃഷ്ണന് കുട്ടികളില്ല.
പുത്രരാമം വേണമെന്ന് ശിവനോട് പറഞ്ഞു. ആ ശിവൻ എന്ത് ചെയ്തു? എനിക്ക് 16,008 ഭാര്യമാരുണ്ട്, എല്ലാവരിലും 10 കുട്ടികളുണ്ടാവും എന്നാണ്. അങ്ങനെ ശ്രീകൃഷ്ണന് കുട്ടികളെ എണ്ണാനാവില്ല, അത്രയും കുട്ടികളുണ്ടായി. പിന്നെ 100 വർഷം കഴിഞ്ഞാൽ ഇവരെല്ലാം തമ്മിൽ തരിച്ച് മരിക്കും, നീയും മരിക്കും എന്നൊക്കെ പറഞ്ഞ് ശിവൻ ഇതൊക്കെ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ ദുഃഖിക്കൊന്നും വേണ്ട, ഇതൊക്കെ ഈശ്വരന്റെ കളിയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മടങ്ങി വരുന്നു. ദേവീഭജനം തന്നെ ശ്രേഷ്ഠം എന്നാണ് ഈ അധ്യായത്തിന്റെ ഒരു രത്ന ചുരുക്കമായിട്ട് പിന്നീട് കുറേ ഉപദേശങ്ങൾ കൊടുക്കുന്ന സമയത്ത് പറയുന്നുണ്ട്. ദേവീഭജനം ചെയ്യൂ, എന്നിട്ട് നമ്മുടെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും എനിക്ക് മോചനം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഈ 25 അധ്യായം അവസാനിപ്പിക്കുന്നു. ഞാൻ കുറച്ചൊന്ന് സ്പീഡിൽ ഓടിച്ച് തീർത്തതാണ്. അപ്പൊ കഥ മുഴുവനും ഞാൻ ഏകദേശം ഒരു ഐഡിയ വന്നിട്ടുണ്ട്. ഇതിന്റെ താല്പര്യം മൊത്തം നോക്കി കഴിഞ്ഞാൽ ദേവന്മാരായാലും ആരായാലും ദേവീ ഭജനത്തിലൂടെ മാത്രമേ നന്മയിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. ദേവന്മാരായാലും ജനിച്ചാൽ ദുഃഖവും എല്ലാ ശാപങ്ങളും ഇതിലൊക്കെ ഉണ്ടാവും. അവർക്ക് അഹങ്കാരവും അഭിമാനവും എല്ലാം ഉണ്ടാവും. അതിന് തക്കം എണ്ണം അനുഭവിക്കേണ്ടി വരും. പക്ഷെ ദേവീ ഭജനത്തിലൂടെ എല്ലാവർക്കും നന്മ വരും എന്നുള്ളത് ഉറപ്പിച്ചുകൊണ്ട് ആ 4-ാം സ്കന്ധം ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം. നമസ്കാരം. വളരെ സന്തോഷം. ഈ ദേവീഭാഗവതത്തിന്റെ 4-ാം സ്കന്ധം ഇവിടെ ഭക്തിരസത്തോട് കൂടി അവതരിപ്പിച്ച അങ്ങനെയും ബാക്കി എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുവാനായി ശ്രീ വേണു ചന്ദ്രമന ഞങ്ങളുടെ സഹപാഠിയാണ്. അദ്ദേഹത്തെ ക്ഷണിക്കും. എല്ലാവർക്കും നമസ്കാരം. ദേവി ഭാഗവത പാരായണത്തിന്റെ 7ഉം 8ഉം ദിവസങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് ഞങ്ങൾ ബാച്ച് 4കാരാണ്. ബാച്ച് 4ന്റെ പ്രതിനിധി എന്ന നിലയിൽ എൻ്റെ കർത്തവ്യം നന്ദി പ്രകാശിപ്പിക്കുക എന്നാണ്. ഔപചാരികമായി നന്ദി. ആദ്യമായിട്ട് ഞങ്ങളുടെ ഗുരുനാഥൻ ഹരിയേട്ടന് നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഈ പ്രോഗ്രാമിന്റെ മൊത്തത്തിൽ ഉള്ള കോർഡിനേറ്റർ ശ്രീരാമൻ നമ്പൂതിരി അവറുകൾ, ശ്രീരാമേട്ടന് നന്ദി പ്രകാശിപ്പിക്കുന്നു. ഇന്നത്തെ ഈ പാരായണത്തിന് മുമ്പായി പ്രാർത്ഥന ചൊല്ലിയ ഉമാ പുല്ലൂർ, അനന്യ പുല്ലൂർ ഞങ്ങളുടെ സഹപാഠിയായ ശ്രീജിത്തേട്ടന്റെ മക്കളാണ്. അവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. ഏറ്റവും പ്രധാനമായി ഇനി നന്ദി പ്രകാശിപ്പിക്കാനുള്ളത് നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥി ബ്രഹ്മശ്രീ കണ്ണാടി വാസുദേവൻ നമ്പൂതിരി അവറുകളിലോട്ടാണ്. ദേവീ ഭാഗവതം 4-ാം സ്കന്ധം അതിലെ 25-ാം അധ്യായം ആണ് 2 ദിവസമായിട്ട് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. അല്ലല്ല, 25 അധ്യായങ്ങൾ മുഴുവൻ 1 മുതൽ 25 വരെ അധ്യായം. അതെ, 1 മുതൽ 25 വരെയുള്ള അധ്യായമാണ് നമ്മൾ 2 ദിവസമായിട്ട് കേട്ടോണ്ടിരിക്കുന്നത്. 4-ാം സ്കന്ധത്തിലെ 25 അധ്യായം ഉള്ളൂ. ഓക്കെ. അപ്പോ ഇവിടുന്ന് കേട്ടതിന് നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഏത് കർമ്മത്തിനും പ്രചോദനം ദേവി തന്നെയാണ് എന്നുള്ളതാണ്. കർമ്മം ചെയ്യാൻ കാര്യം എന്താണ്? വിഷ്ണു പോലും അവതരിക്കാൻ കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ ശക്തിയാണ്. ആ ശക്തി പ്രവർത്തിക്കുന്നത് അഹംത്തിന്റെ രൂപത്തിലാണ്. ആ അഹം തന്നെ 3 വിധമുണ്ട്: സത്വ, രജസ്, തമോ ഗുണങ്ങൾ. ഈ സ്വഭാവം അനുസരിച്ചിട്ടാണ് അവതാരങ്ങൾക്ക് പോലും സ്വഭാവം വിശേഷം ഉണ്ടാകുന്നത്. അപ്പൊ അവിടെ ശരിക്കും പ്രവർത്തിക്കുന്നത് ദേവിയുടെ രൂപമാണ്. മായാരൂപിണിയാണ് ദേവി. നമ്മുടെ വൈദികത്തിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. സവിതാ വൈ പ്രസവാനമീശ. എന്തിനേയും പ്രചോദിപ്പിക്കാൻ ഒരു ശക്തി ആവശ്യമാണ്. ആ ശക്തി സ്വരൂപിണിയാണ് ദേവി. നമ്മുടെ ഉള്ളില് ഇച്ഛാരൂപത്തില്, ജ്ഞാനരൂപത്തില്, ക്രിയാരൂപത്തില്, ബുദ്ധിരൂപത്തിലൊക്കെ കുടികൊള്ളുന്നത് ദേവിയാണ്. യാ ദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ. ആ ദേവിയുടെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് കണ്ണാടി വാസുദേവേട്ടന്
ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലും നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. ഇനി നന്ദി പ്രകാശിപ്പിക്കേണ്ടത് ഈ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേർന്ന എല്ലാവരോടുമാണ്. ഈ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേർന്ന എല്ലാവരോടും നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. ഇന്നത്തെ ഞങ്ങളുടെ ഈ 2 ദിവസത്തെ ബാച്ച് 4ന്റെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന മനോജേട്ടനും ഔപചാരികതയുടെ പേരിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. 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 എല്ലാവർക്കും നമസ്കാരം.